നമസ്കാരം. എപ്പിസോഡ് 263. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക്, മാറുന്ന മാധ്യമരംഗം, ഇതായിരുന്നു വിഷയം. ഇനി ഇതാണ് വിഷയം. കേരളീയത്തിന്റെ വേദിയിലായിരുന്നു സെമിനാർ നടന്നത്. കേരള പബ്ലിക് റിലേഷൻസ് വകുപ്പും കേരള മീഡിയ അക്കാദമിയും സംയുക്തമായാണ് മാറുന്ന മാധ്യമരംഗത്തെ അവതരിപ്പിച്ചത്. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു സെമിനാറിൽ അധ്യക്ഷനായി. വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ദീർഘമായി പ്രതിപാദിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. മാധ്യമ സ്വാധീനത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലും മാധ്യമ സാന്ദ്രതയിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്കെല്ലാം അറിയാം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന നിലയിൽ മലയാളികളുടെ മാധ്യമ സാക്ഷരതയും വളരെ ഉയർന്നതാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ കഴിയും. മാധ്യമങ്ങളിലെ സത്യവും അർത്ഥസത്യവും അസത്യവും വേർതിരിച്ച് വിലയിരുത്താനുള്ള കഴിവും മലയാളികൾക്ക് ഉണ്ട്. പത്രം വായിച്ച് അതിലെ ഉൾക്കാമ്പുകൾ തിരിച്ചറിയുന്നവരാണ് സാധാരണക്കാരായ പത്രവായനക്കാർ പോലുമെന്ന് നമുക്കെല്ലാം തന്നെ. കേരളത്തിന് പണ്ട് മുതൽക്കേ മഹത്തായ ഒരു മാധ്യമ സംസ്കാരവുമുണ്ട്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നത്ത് ഹെർമൻ കൊണ്ടിട്ട് ആരംഭിച്ച രാജ്യ സമാചാരത്തിലൂടെ തുടക്കം കുറിച്ച കേരളത്തിലെ മാധ്യമ ചരിത്രം പിന്നീട് അങ്ങോട്ട് പല ചവിട്ടുപടികൾ കടന്ന് നസ്രാണി ദീപികയിലൂടെ പടർന്നു പന്തലിച്ച് ഇന്നത്തെ മഹാമേരുക്കളായ മാധ്യമങ്ങളിൽ എത്തുമ്പോൾ അതിനടിത്തറയിട്ടവരെ സ്മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ TV സുഭാഷ് IAS വിഷയം അവതരിപ്പിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ, ഇന്ന്, നാളെ, ഇതായിരുന്നു വിഷയം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 പ്രദേശങ്ങളിലും മാധ്യമങ്ങൾ ഭരണകൂടത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും തുടങ്ങി. ഇംഗ്ലീഷിൽ പ്രത്യർശിച്ച വെസ്റ്റേൺ സ്റ്റാർ 1862-ൽ 1883-ൽ വിദ്യാർത്ഥിയായ G.P. പിള്ള എഴുതിയ ലേഖനത്തിൽ സംസ്ഥാനത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഔപചാരികമായി ആദ്യത്തെ ശിക്ഷ ഉണ്ടായി. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. തിരുവിതാംകൂറിൽ ആദ്യത്തെ പ്രധാന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ മലയാളി മെമ്മോറിയലിൻ്റെ ആവിർഭാവത്തിന് G.P. പിള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജഗോപ്യത്തിന് ഇരയായ ആദ്യത്തെ പത്രം സന്ദിഷ്ടവാദി ആണ്. 1874-ൽ രാജഭരണത്തെ രൂക്ഷമായി ലേഖനം എഴുതിയതിൻ്റെ പേരിൽ തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ പത്രപ്രവർത്തകൻ ഡോക്ടർ കീസ്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് ലോകം വിമർശനത്തെ ഭയപ്പെടുന്നു എന്നതാണ്. റൊമാനിയൻ കവയിത്രിയായ അന്ന ബ്ലാൻഡിയാന വൈറ്റ് ഓൺ വൈറ്റ് എന്ന കവിതയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാം പറയാൻ കഴിയാത്തതിൽ വെളുപ്പ് കൊണ്ട് എഴുതുന്നെന്നാണ് അവർ പറയുന്നത്. ലോകം സ്വയം അതിൻ്റെ ഓർമ്മകളെ മായ്ക്കുന്നത് ഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കുമെന്നും അന്ന് നല്ലതോ ചീത്തയായ ഓർമ്മകൾ ഉണ്ടായിരിക്കില്ല എന്നും ജോർജ് അങ്കംബർ പറയുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ്. സുമാർ അഴീക്കോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നു. ഭയം മൂലം മഷിക്ക് പകരം വെള്ളത്തിൽ മുക്കി തൂലിക ഉപയോഗിച്ചവരെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ പലപ്പോഴും പറയാറുണ്ട്. തീരുന്നില്ല. കേരളത്തെക്കുറിച്ച് മാത്രമല്ല, ദേശീയ മാധ്യമ രംഗത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ദേശീയ പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും TV സുഭാഷ് IAS പറഞ്ഞു. കൽക്കത്തയിലെ ദേശീയ പത്രമായ അമൃത് ബസാർ പത്രികയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട്ട് മടങ്ങിയെത്തിയ കുഞ്ഞിരാമ മേനോനാണ് കേരളത്തിലെ കേരള പത്രിക എന്ന പത്രം ആരംഭിക്കുകയും പൊതുജനാഭിപ്രായത്തിൻ്റെ ആവിർഭാവത്തെ ഗണ്യമായി ശക്തമായി അദ്ദേഹം അടയാളപ്പെടുത്തുകയുണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ വാചാലമായി ചർച്ച ചെയ്യാനും സമ്മതം നടത്താനും കഴിയുന്ന മലയാള ഭാഷയിൽ പ്രാവീണ്യമുള്ള എഴുത്തുകാരുടെ ആവിർഭാവത്തിന് ഇത് പ്രത്യേകം ഊന്നൽ നൽകുകയുണ്ടായി. 1888-ൽ മലയാള മനോരമ തിരുവിതാംകൂറിൽ മലയാളികളുടെ ഉടമസ്ഥയിലുള്ള ആദ്യത്തെ പത്രമായി. കേരളം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ജനതയ്ക്ക് ആശയവും അറിവും നൽകി മാതൃഭൂമിയും ദേശാഭിമാനിയും എത്തി.
പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിയുടെ അവകാശങ്ങൾ, മലയാള ഭാഷ, സാഹിത്യം എന്നിവയെ അവ പിന്തുണച്ചു. ഭരണകൂട ജാതി അധിഷ്ഠിത ശക്തികളെ എതിർക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി തങ്ങളെ തന്നെ അണിനിരത്തി. ഇത് ആധുനിക ലോകത്തെ സംസ്കാര മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൺസെൻറ്റുകൾ മാറുകയാണെന്ന് നോം ചോസ്കി പറയുന്നിടത്താണ് പത്രങ്ങൾ എത്തുന്നത്. ഒരു പരിധിവരെ ലോകത്ത് അക്കാലത്ത് സംഭവിച്ചിരുന്ന സംസ്കാരത്തിൻ്റെ ആർക്കിയോളജിയെ മാറ്റലായിരുന്നു. ധാർമ്മികതയുടെ ഒരു തിരിച്ചറിവായി ആർക്കിയോളജി ഓഫ് നോളജിൽ മിഷൻ ഫൂക്കോ പറയുന്നുണ്ട്. ഇതെല്ലാ മേഖലയിലും സംഭവിക്കുന്നു എന്നാണ് ഫൂക്കോ പറയുന്നത്. MP ജോൺ ബ്രിട്ടാസ് ആയിരുന്നു മോഡറേറ്റർ. ഈ ഒരു സെമിനാറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് മീഡിയ ഇൻ ഡെമോക്രസി, ചേഞ്ചിങ് മീഡിയാസ്കേപ്പ് ഇൻ ദ കൺട്രി. ഇതാണ് ഈ ഒരു സെമിനാറിൻ്റെ വിഷയം തന്നെ. ഇവിടെ ഇരിക്കുന്ന those eminent journalists who are sitting here, I'm sure they have felt the changes that have occurred, at least at the Delhi level or the national level. അവരെ സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് they will be speaking out of their experience, how the mediascape has changed. ഇവിടെ എന്നോടൊപ്പം ഇരിക്കുന്ന ഒരാൾ നമ്മുടെ മീഡിയ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി I would just refer to Mr. Rajagopal, my friend. ആ താടി വെച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, വലിയൊരു മിസ്റ്റർ രാജഗോപാൽ. രാജഗോപാലിനെ അറിയില്ലേ? ആ താടി വെച്ചിരിക്കുന്ന ആളാണ്. രാജഗോപാൽ വാസ് ദി എഡിറ്റർ ഓഫ് ടെലിഗ്രാഫ്. കൽക്കട്ടയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ടെലിഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്നു. ബാക്കി എല്ലാ പത്രങ്ങളും മോഡി സർക്കാരിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ കൺവെൻഷണൽ മീഡിയ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് MK Vonu. എല്ലാ പത്രങ്ങളും when they were all praising Modi dispensation, he was the lone editor who was very critical of the Modi government. രാജഗോപാലൻ്റെ കലാവൈഭവം അപാരമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഹെഡ്ലൈൻസും വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചുണ്ടാകാമെന്നുള്ള കാര്യം നിങ്ങൾ ഊഹിക്കുക. അദ്ദേഹത്തിൻ്റെ സ്ഥാനം എപ്പോഴാണ് നഷ്ടപ്പെട്ട രാജഗോപാൽ? when did you lose your editorship? Last month? Yeah. മോഡി സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു പത്രാധിപരെ പേറാനുള്ള ധൈര്യമില്ലാത്ത ആ ബിസിനസ് ഗ്രൂപ്പ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. പക്ഷെ രാജഗോപാലൻ വളരെ മാന്യനായതുകൊണ്ടും സൗമ്യനായതുകൊണ്ടും they didn't just bung him, they kicked him upstairs. Am I correct, Rajagopal? They made him editor at large. എന്ന് പറഞ്ഞാൽ പത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾ കേരളത്തിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലൊക്കെ പോയിക്കോളൂ, യു ക്യാൻ ട്രാവൽ അറൗണ്ട്, അറ്റൻഡ് സെമിനാർസ് ആൻഡ് ടോക്ക് അബൌട്ട് ദ ഗവൺമെൻറ്, ബട്ട് ഡോണ്ട് റൈറ്റ് എനിത്തിങ് ഇൻ ദ ന്യൂസ് പേപ്പർ. ആൻഡ് ഹി വാസ് മെയ്ഡ് editor at large. So he is sitting at large here in our seminar. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് വന്ന മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനം. ഇറ്റ്സ് എ റിഫ്ലക്ഷൻ, ട്രൂ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ മീഡിയ നൗ. ഇനി MK Vonu, ആ ചുമന്ന കുർത്തയിട്ടിരിക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ, വേണു കൺവെൻഷണൽ മീഡിയയിലായിരുന്നു. വേണുവിൻ്റെ സുഹൃത്ത് സിദ്ധാർത്ഥും കൂടി ഇതേ ലോഞ്ച്ഡ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ദ വയർ, ദേ ലോഞ്ച്ഡ് ഇറ്റ്. ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ അല്ലേ, ശ്രീ ശശികുമാരൊക്കെ പറയുന്നത് ഓൾട്ടർനേറ്റീവ് മീഡിയ. പക്ഷേ ഇന്ന് ഇന്ത്യൻ മീഡിയാസ്കേപ്പ് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ജനറലി the media has caved in. മിക്കവാറും സെമിനാറുകളിൽ ശ്രീ ശശികുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, the role of media in democracy. Unless you have a free media, that is what
Shashi Kumar always harp on. Unless you have a free media, I won't say free media, it's a reasonably free media, am I correct? Reasonably free media. Otherwise, there should be a semblance of freedom. Vijayida, am I correct? She's a journalist in Hindu. She knows what is the difference between free media and reasonably free media, or a semblance of freedom. So unless you have an independent or reasonably independent media, you cannot call the system as a democratic system. So in effect, India, which doesn't have a free media, ഒരു സ്വതന്ത്ര മാധ്യമമില്ലാത്ത രാജ്യമായി ഇന്ത്യ രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമ്മുടെ സമ്പ്രദായത്തെ ഒരു ജനാധിപത്യ സമ്പ്രദായമെന്ന് വിളിക്കാൻ പറ്റുമോ? That is the most pertinent question now. And I hope that the panelists here, they're all very distinguished panelists. From ഉല്ലേഖ് ദീർഘകാലം ഡൽഹിയിൽ പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഈസ് എൻ ഓഥർ. ജോസി is very known for, famous for his investigative journalism. Since he couldn't do any investigative journalism in formal media, I don't know whether he has quit or the system has ejected him. I don't know what is actually happened. Now Vijayida is Hindu, she looks after the very crucial beat of Hindu, that is, what is that? Home portfolio. I don't know how you survive there, honestly, I'm telling you. Home portfolio. അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസൈഡ് ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകയാണ് വിജയിത. സന്തോഷ് പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പറാണെങ്കിലും he also knows what is media because he is heading a television company in Kerala. And Anthony Raju is the chairman, ബഹുമാനപ്പെട്ട മന്ത്രി. He knows how the media is active in Kerala. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിന്റെ ചെയർമാനുമായ ശശികുമാർ സെമിനാറിൽ സംസാരിച്ചു. മാറുന്ന മാധ്യമരംഗത്ത് യുദ്ധങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. What is the big thing that is happening before us? How do we know about what is happening before us? The big traumatizing event that we are going through day after day is what is happening in Gaza. Israel is bombarding Gaza as if it is some trial ground. As we speak, nearly 10,000 civilians have died. Perhaps by the end of the speech, 10,000 would have died. That's how quickly it is progressing. Of which more than 1/3, at any point, maybe around 4,000, are children. What is the media projection of this war? Is it representative of what is happening there? What is the global media's projection of this war, of the big global players? BBC, CNN. There are others, I think, Al Jazeera, and there are some other outliers. Or Washington Post, New York Times. So-called global media, Washington Post. It is as if there was, of course, what Hamas did on the 7th of October needs to be condemned. It is horrific. But what has happened, the blowback, the punishment, is a genocide. It's a genocide which is work in progress. Are we aware of that through the media, through the formal media? This is how not only unrepresentative the global media is. In fact, we know more about Gaza and what is happening outside of the formal media, outside of the mainstream media, because the entire mainstream media has been suborned by the Pentagon and the White House, suborned by
this whole Zionist lobby to suggest that this is indeed deserved punishment. So media is unrepresentative. We learn about what is happening in Gaza, luckily for us, fortunately for us, because of freewheeling social media. Social media has many problems with this. There is misinformation, there is disinformation. I'll come to that in a minute. And yet, if you want to know really about what is happening there, you need to recourse to the social media. You need to recourse to citizen journalists. You need recourse to independent voices. And it is not as if Jews across the world are complicit in this. It is not as if Jews across the world are perpetrating this. Some of the biggest demonstrations against this genocide, this killing of civilians and children, has been by Jews who have family in Israel and Gaza, in Washington, in the United States, in Germany, in England. Big demonstrations. They have said, not in our name, not in our name. No Zionism in our name. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടക്കൊല നടക്കുന്നത് നമ്മളിൽ നിന്നും ഒളിച്ചു വയ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. അതായത് വിശ്വഗുരുവിൻ്റെ ഡെഫിനിഷൻ വിശ്വമാധ്യമങ്ങളുടെ പ്രക്രിയ അതാണ്. ഇത് തന്നെയാണ് ഞാൻ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വായിച്ചു. സ്വിസ് റിസർച്ച് പ്രോജക്റ്റ് 2016 2019 Swiss research project of 2016 and revalidated in 2019. That's hardly 4 years back. How do people get their news? People meaning, how does the media get its news? മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ടതല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വളരെ അപൂർവ സാഹചര്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഈ ഹാളിനടുത്ത് ഒരു കൊല നടന്നു അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജ് നടന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി പ്രത്യക്ഷമായ കാര്യങ്ങൾ എഴുതാൻ പറ്റും. എ കെ രാമാനുജൻ ഹാസ് ഫേമസ്ലി സെഡ്, നമ്മൾ നമ്മുടെ സാഹചര്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് നാല് രീതികളിൽ നിന്നാണ്. ഒന്ന് പ്രത്യക്ഷമായ കാര്യങ്ങൾ, ദാറ്റ് വിച്ച് ഇസ് ഓബ്വിയസ്, ദാറ്റ് വിച്ച് ഇസ് മാനിഫെസ്റ്റ്. പിന്നെ അനുമാന, നമ്മൾ അനുമാനിച്ചെടുക്കുന്നത്, ദാറ്റ് വിച്ച് യു ഡെഡ്യൂസ്, ദാറ്റ് വിച്ച് യു ഇൻഫർ. പിന്നെ ആപ്തവാക്യ, ഇത് ഇന്ത്യൻ ട്രഡീഷനിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോഗ്നിഷൻ ആണ്. ആപ്തവാക്യ is actually the function of a journalist. ഒരു റിപ്പോർട്ടറുടെ ജോലിയാണ് ആപ്തവാക്യ. The witness telling us what he saw. Mahabharata is an exercise in ആപ്തവാക്യ. അവിടെ നടന്ന വാറിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതാണ് മഹാഭാരത. Entire Mahabharata is a journalistic exercise in that sense. നാലാമത് സ്മൃതി, ഓർമ്മ. ടി വി ചന്ദ്രൻ്റെ ഒരു പടമുണ്ട്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അത് ഓർമ്മ വേണം. എന്താണ് നടന്നത്, ഇസ്രയേലിൽ എന്താണ് നടന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഇതിൻ്റെ കുറ്റവാളി, ഇതാരാണ് തുടങ്ങി വെച്ചത്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് യാദൃശികമല്ല, അത് മനഃപൂർവം കരുതിക്കൂട്ടി ലോകമാധ്യമങ്ങൾ, ഗ്ലോബൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് സ്വിസ് റിസർച്ച് പ്രോജക്റ്റിൻ്റെ കണ്ടുപിടുത്തം. സെമിനാർ പൂർണ്ണമായും മാധ്യമജാലത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ പരിപാടി മാധ്യമ പഠനമാണ്. മാധ്യമ വിദ്യാർത്ഥികൾക്കും മാധ്യമ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എന്നും ഒരു മുതൽക്കൂട്ടാണ് കേരളീയത്തിൽ നടന്ന ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക്, മാറുന്ന മാധ്യമരംഗം. അടുത്ത എപ്പിസോഡിൽ തുടർന്നും കാണാം കേരളീയം മഹോത്സവത്തിൽ.